السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله بسم الله. പ്രിയമുള്ളവരെ, സൂറത്തുൽ ഫാത്തിഹയുടെ ശരിയായ രീതിയിലുള്ള പാരായണം പഠിക്കുക എന്ന നല്ല നിയത്തോടെയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നതും ഞാൻ ഈ സംസാരം തുടരുന്നതും. ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾക്ക് ഫാത്തിഹ അറിയാത്ത ആരുമായിരിക്കില്ല ഇത് കേൾക്കുന്നത്. നമ്മുടെ മനസ്സിലുള്ള ഒരു ഈഗോ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം ഈ ക്ലാസ്സിൽ നിങ്ങളിരിക്കാൻ. ഈഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈഗോ ഉണ്ട് എന്നല്ല. മിക്ക ആളുകളും ഇതൊക്കെ ഇങ്ങനെയുള്ള ക്ലാസ് കേൾക്കുമ്പോൾ ഇതിപ്പോൾ ഏതാണ് പുതിയൊരു ഉസ്താദ്, ഞാനിതൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് എന്ന രീതിയിൽ അത്യാവശ്യം അറബിക് കോളേജിലൊക്കെ പഠിക്കുക, ദർസിലൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ ദീനി മദാരിസുകളിലൊക്കെ പഠിച്ച ആളുകളായിരിക്കാം നല്ലൊരു ശതമാനവും കേൾക്കുക. അപ്പോൾ അവർ അങ്ങനെ ചിന്തിക്കുന്നവരോടും എല്ലാവരോടും പറയാനുള്ളത്, ഇൽമിൻ്റെ വിഷയത്തിൽ നമ്മൾ എത്ര ചെറിയ ആളുകളാണെങ്കിലും അവരിൽ നിന്ന് അത് കേൾക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. ഇത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. ഞാൻ UAE പോയി ഷാർജയിൽ എത്തി. അവിടെ എത്തിയപ്പോൾ ഞാൻ അങ്ങനെ അറിഞ്ഞു, അവിടെ ഔഖാഫിൻ്റെ കയ്യിൽ ഇങ്ങനെ ഖുറാൻ പഠന സംവിധാനമുണ്ട്. ഞാനും പോയിട്ട് ചേർന്നു. അറബികളാണ് പഠിപ്പിക്കുന്നത്, ഒരു ജോർഡാനിയാണ്. അപ്പോൾ ഞാൻ എന്നൊരു അഹങ്കാരം എൻ്റെ മനസ്സിലുണ്ട്. ഞാനങ്ങനെ അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം തന്നെ വളരെ മനോഹരമായിട്ട് ഫാത്തിഹ എഴുതി. അപ്പോൾ എനിക്ക് എൻ്റെ ഹെഫ്ലിലും എൻ്റെ തജ്വീദിലൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ അറബി എന്നല്ല, അദ്ദേഹം എനിക്ക് നല്ലൊരു പണി തന്നു. ഏകദേശം 7 ദിവസം ഫാത്തിഹ ശരിയാക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം മെനക്കെട്ടു. അത് അങ്ങനെയാണ്. അപ്പോൾ അതായത് നമ്മുടെയൊക്കെ ധാരണ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കണം, എൻ്റെ ഉസ്താദുമാർ എന്നെ പഠിപ്പിച്ചൊക്കെ എങ്ങനെയാണല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. ഇത് മാത്രമല്ല കേട്ടോ, മറ്റ് സൂറത്തുകളിലൂടെയൊക്കെ പോകുമ്പോൾ ഇതേ വിഷയമുണ്ട്. ചില അക്ഷരങ്ങളുടെ ഉച്ചാരണവുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഏതുപോലെ എന്ന് പറഞ്ഞപ്പോൾ ഒരു മലയാളിയായിട്ടുള്ള ഒരാൾ പിന്നെ ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാളിപ്പോൾ കണ്ടിട്ട് പറയാം, എനിക്ക് മലയാളം അറിയാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ. അയാൾ ഒരു മലയാളി അല്ലാത്ത ഒരാൾ മലയാളിയായ ഒരാളോട് സംസാരിക്കുമ്പോഴും, അല്ലെ മലയാളിയായ ഒരാൾ മറ്റൊരു ഭാഷയിലുള്ള, ഒരു പെട്ടെന്ന് മനസ്സിലാവും മലയാളിയാണെന്ന്. ഇനി വളരെ അത്രയും എക്സ്പേർട്ടായിട്ട് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന ഇംഗ്ലീഷ് ആവട്ടെ ഹിന്ദി ആവട്ടെ സംസാരിക്കുന്ന മലയാളികളുണ്ട്, തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ. ഓക്കെ, പക്ഷേ പറയുന്ന ഇതാണ്, ഒരു ബംഗാളി വന്നിട്ട് മലയാളം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായത് ബംഗാളിയാണ്. അതായത് തമിഴ്നാട്ടുകാരൻ വന്ന് മലയാളം പറഞ്ഞാലും തമിഴ് ചുവ അതിലേക്ക് ചേരും. ഈ ഒരു സത്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? ഇതൊരു സത്യമല്ലേ? മറ്റു ഭാഷക്കാർ വന്നിട്ട് മലയാളം കുരച്ച് അരിയാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി കുരച്ച് തന്നെ അരിയണ് അല്ലേ, അരിയാം എന്നൊക്കെ പറയാം. അറ കിട്ടൂല. അപ്പോൾ ഇതുപോലെ മറ്റ് ഇംഗ്ലീഷുകാരൻ വന്നിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഉദാഹരണം വെക്കുന്ന അതാണ്. ഇത് അറബി തന്നെ അറബിയായിട്ട് സംസാരിക്കുന്ന അറബിയും. ഇപ്പോൾ വേറെ ഉദാഹരണം പറയാം. ഞാൻ അറബിക് കോളേജിലൊക്കെ പഠിച്ചാന്നല്ല, അറബിക് കോളേജിൽ നെഹ്വും സർഫൊക്കെ കുറച്ചൊക്കെ കമ്മ്യൂണിക്കേഷൻ എനിക്കും അറിയാം. ഞാൻ എന്ത് ചെയ്ത് അവിടെ ഗൾഫിൽ ചെന്ന ഉടനെ തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് കുട്ടികളെ കണ്ടപ്പോൾ അവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് കുട്ടികളോട്. അസ്സലാമു അലൈക്കും മാ ഇസ്മുക്ക. അപ്പോൾ നമ്മൾ ഈ മാ ഇസ്മുക്കൊന്നും അവിടെ ചിലവാവില്ല. അതൊക്കെ പിന്നീടാണ് നമുക്ക് എനിക്ക് മനസ്സിലാവുന്നത്. മാ ഇസ്മുക്കൊക്കെ നമ്മൾ അതൊക്കെ ലിറ്റററി അറബിയാണ്. മാ ഇസ്മുക്ക, നിൻ്റെ പേരെന്താണ്? അതൊന്നും ഒരു അറബി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചോദിക്കൂല. ഒരു കുട്ടികളെൻ്റെ നോക്കി ഇതേതാ ജീവി എന്നുള്ള അർത്ഥത്തിൽ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഷിസ്മുക്ക്, അത്രയേ ഉള്ളൂ. ഷിസ്മുക്ക് ഞാൻ ഉദാഹരണമായിട്ട് പറയാം. അതായത് ഏതൊരു ഭാഷയും ആ ഭാഷയിൽ ജനിച്ചവർ സംസാരിക്കുന്ന പോലെ മറ്റൊരാൾക്ക് സംസാരിക്കുക. അപൂർവമായിട്ട് ചില ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ, അത്രയും വർഷങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ടായിട്ട് പിന്നെ സംസാരിക്കുന്ന ആളുകളുണ്ട്, ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇടപഴകിയിട്ട്. ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ അറബികളുടെ ഭാഷയാണ്, നമ്മുടെ ഭാഷയല്ല. നമുക്ക് പരിമിതികളുണ്ട്. ഞാനിപ്പം വളരെ പരിമിതിയോടുകൂടിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്കറിയാം എൻ്റെ തജ്വീദ് ഇതിനെപ്പറ്റി പഠിക്കുമ്പോഴാണ് നമുക്കറിയാം. നിങ്ങളോട് പറയാൻ എത്രത്തോളം എനിക്ക് യോഗ്യത ഉണ്ട് എന്നല്ല, ഞാനിതിന് ശ്രമം നടത്തുകയാണ്. ഓക്കെ, എൻ്റെ അറിവ് വളരെ കുറച്ചാണ്. നിങ്ങൾ ഇനിയും പഠിക്കണമെന്ന് പറയാനാണ് ഞാൻ ഇത്രയും നേരം ഇൻട്രോ പറയുന്നത്. ഇൻഷാ അല്ലാഹ് എൻ്റെ നിയ്യത്ത്, ഞാൻ തഫ്സീർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ നിഅമത്ത് 1 മില്യൺ ആളുകൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ബില്യൺസ് ആൻഡ്
കോടികൾ കാണട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഒരു ആമീൻ എനിക്ക് വേണ്ടി പറയണേ. അള്ളാഹുവേ, ഇത് മലയാളികളെ മുഴുവനും, ലോകത്തെവിടൊക്കെ മലയാളം, കാരണം മലയാളം ട്രാൻസ്ലേഷനാണ്. ആ ഫാത്തിഹ എങ്കിലും, ബാക്കിയുള്ളതൊക്കെ എത്ര പേര് കാണും പഠിക്കുന്ന അറിയില്ല, ഫാത്തിഹ എങ്കിലും ലോകത്തെ മുഴുവൻ മലയാളികൾക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കണേ. അല്ലാ അല്ലാ അല്ലാ. ആമീൻ ആമീൻ. വളരെ നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കുക. കാരണം ഇതന്നെ ജീവിതത്തിൽ മതി. നാളെ എനിക്ക് മഹ്ശറയിൽ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ എടുത്ത് പറയാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു നിയമത്തല്ലേ. മാഷാ അല്ലാഹ്. അത് ഇത്ര ഞാൻ 2014 എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇത്രയും റീച്ചിൽ കയറിയ വേറൊരു വീഡിയോ അല്ല ഫാത്തിഹയുടെ പരിഭാഷ. മാഷാ അല്ലാഹ്, 1 മണിക്കൂർ നേരം. അപ്പോൾ അതുപോലെ നല്ല ഒരു നിയത്തിൽ ഇൻഷാ അല്ലാഹ് ഇതും തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആൻ മുഴുവനും തജ്വീദോടെ അതിൻ്റെ പാരായണ ശാസ്ത്ര നിയമപ്രകാരം പഠിപ്പിക്കാൻ, എൻ്റെ അറിവിൽ നിന്ന്, എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് നിയത്ത് ചെയ്യാണ്. നിങ്ങളും കൂടെ ഉണ്ടാവണം, ദുആലുണ്ടാവണം. നിർദ്ദേശങ്ങൾ നിങ്ങളുടേതായതൊക്കെ പറഞ്ഞു തരണം. എൻ്റെ അറിവിൽ ഉള്ളത് കൂട്ടിച്ചേർക്കാനുള്ളത് ഞാൻ കൂട്ടിച്ചേർക്കാൻ തയ്യാറാണ്. എന്നിട്ട് ഇൻട്രോ ഇത്രയും പറഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഇനിയും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. ഏറ്റവും സാധാരണക്കാരായ ആളുകളോട് മദ്രസയിലൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളാലും ദീനി വിദ്യാഭ്യാസത്തിനൊന്നും സാധിക്കാത്തവർ ഇതിലുണ്ട്, കേൾക്കുന്നവരുണ്ട്, ഒരുപാടുണ്ട്. എനിക്കറിയാം, അക്ഷരങ്ങൾ വരെ ബുദ്ധിമുട്ടുള്ള. എനിക്ക് ഏറ്റവും വലിയൊരു അനുഭവം UAE വെച്ചിട്ട് ഒരാൾ എൻ്റെ റൂമിൽ വന്നു. അത്യാവശ്യം നല്ല ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ജീവിതത്തിലൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മെല്ലെ, കാരണം ശരീരത്തിൽ നിന്ന് തന്നെ അവർ പഠിക്കും. സ്വന്തം ശരീരം തന്നെ നോക്കിയിട്ട് ഇനി ഞാൻ എൻ്റെ ശരീരമൊക്കെ രോമങ്ങളൊക്കെ നര ബാധിച്ചു കഴിഞ്ഞു, പണ്ടത്തെ പോലെ ഓട്ടമൊന്നും ഇപ്പോൾ നടക്കണില്ല, ഇനി അങ്ങോട്ട് കുഴിയിലേക്കുള്ള കാര്യങ്ങൾ എന്ന ഒരു ചിന്ത മനുഷ്യനെ വേട്ടയാടുന്ന ഒരു സമയമാണ് തേർഡ് 20. ഫസ്റ്റ് 20, സെക്കൻഡ് 20, തേർഡ് 20. 3 20ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് 20 വിദ്യാഭ്യാസം അങ്ങനെ കൊണ്ടുപോകും. സെക്കൻഡ് 20 കല്യാണം കുടുംബമൊക്കെ ആയിട്ട് കെട്ടിമറിഞ്ഞ് അങ്ങനെ അങ്ങ് പോകും. തേർഡ് 20ലാണ് ഒരു ലൈറ്റ് കത്തുക നമുക്ക്. അപ്പോൾ അങ്ങനെ പല ആളുകളും എന്നെ ജീവിതത്തിൽ സമീപിക്കാറുണ്ട്. അപ്പോൾ പല പള്ളികളിൽ ഇമാമത്ത് നിൽക്കുന്ന സന്ദർഭത്തിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഖുർആനൊന്ന് പഠിപ്പിച്ചു, തീരെ ഓതാൻ അറിയില്ല എന്ന് വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്ന ആളുകൾ. അവർക്കൊക്കെ ഉപയോഗപ്പെടട്ടെ എന്ന നല്ല നിയത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ്. ഫാത്തിഹ. അറബി നമുക്ക് വഴങ്ങുന്ന ഭാഷ അല്ല. ഐൻ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടല്ലേ. ഗൈൻ മലയാളത്തിലുണ്ടോ? ഖാഫ് ഇല്ല. പല അക്ഷരങ്ങളും ഇല്ല. ഹാള് മലയാളത്തിൽ ഹ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ അറബിയിൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള അക്ഷരങ്ങളുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് ഫാത്തിഹ നമ്മൾ നിർബന്ധമായും പഠിക്കണം. നമ്മൾ ദിവസം ഓതുന്നതാണ്. ഇതിൻ്റെ അക്ഷരങ്ങൾ ചെറിയൊരു വ്യത്യാസം മതി. മലിക്ക് മാലിക്ക് ആയാൽ മതി. ഇപ്പോൾ ഉദാഹരണമായിട്ട് എടുത്ത് പറയാം, ഒരു ഉദാഹരണം പറയാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. മലിക്ക് രണ്ട് മീനിങ് ആണ്. മാലിക് ഉടമസ്ഥനാണ്, മലിക്ക് രാജാവാണ്. അപ്പോൾ അത് രണ്ട് വ്യത്യസ്തമായ അർത്ഥത്തിലേക്ക് വന്നു. വേറെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന മറ്റൊരു ഉദാഹരണം പറയാം. കൽബ് ഹൃദയമാണ്, കെൽബ് നായ, കൽബ് ഹൃദയം. മലയാളത്തിലൊരു പാട്ടുണ്ട്, സിനിമാ പാട്ടാന്ന് തോന്നുന്നു, എൻ്റെ കെൽബിലെ വെണ്ണിലാവു നീ. അപ്പോൾ ആ പാട്ട് ഇവിടെ പാടുന്നത് എന്താ വെച്ചാൽ, ആ എൻ്റെ കെൽബിലെ എന്ന് പറഞ്ഞാൽ എന്തായി? ആ പാട്ട് പാടിയ ആൾ മലയാളി മുസ്ലിമാണോ അല്ലേന്ന് അറിയില്ല. ആ പ്രൊനൗൺസിയേഷനിലെ മിസ്റ്റേക്സ്. കൽബ് എന്നുള്ള കെൽബ് എന്ന് പറഞ്ഞാൽ നായ എന്നാണ് മീനിങ് വരുന്നത്. ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ അർത്ഥം മാറിപ്പോകും. ചെറിയൊരു വാക്കിൻ്റെ ചെറിയൊരു വേരിയേഷൻ മതി. അല്ലെങ്കിൽ ഒരു കനം കൂട്ടൽ, അല്ലെങ്കിൽ കനം കുറക്കൽ, അല്ലെങ്കിൽ ഒന്ന് നീട്ടൽ, മീനിങ് മാറി. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ. എന്ന് കരുതി തെറ്റിപ്പോകും, അള്ളാഹ് ശിക്ഷിക്കും എന്ന് കരുതി ആരും ഓതാതിരിക്കരുത്. അതും കൂടെ ചേർത്ത് പറയാം. ചില ആളുകളൊക്കെ ചില മണ്ടത്തരങ്ങൾ വിളിച്ച് പറയും, ഖുർആൻ ഞാൻ ഓതാറില്ല, അത് ഞാൻ ഓതിക്കഴിഞ്ഞാൽ തെറ്റ് വരും, അപ്പോൾ അള്ളാഹ് എന്നെ ശിക്ഷിക്കും. അങ്ങനെയല്ല. അത് തെറ്റോടുകൂടി നിങ്ങൾ ഓതുമ്പോൾ ഇരട്ടി കൂലിയാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാവും. ഒരു ഹർഫിനും 10 കൂലി എന്ന് പറഞ്ഞാൽ അത് തെറ്റോടുകൂടി ഓതുമ്പോൾ തന്നെ കൂലിയാണ്. അത് നമ്മൾ ശരിയാക്കാനുള്ള ശ്രമമല്ലേ, നമ്മൾ ബോധപൂർവ്വം തെറ്റിക്കല്ലല്ലോ. അള്ളാഹു അത് പുറത്തു വരികയും അള്ളാഹു അതിന് പ്രതിഫലം നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും അങ്ങനെ തെറ്റ്. വേറൊരു കുട്ടി എന്നോട് ഒരു ദിവസം ഹിഫ്ള് ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു, ഞാൻ ഹിഫ്ള് നിർത്തുകയാണ്. ഞാൻ ചോദിച്ചാൽ എന്തിനാണ് നിർത്തുന്നത്? അപ്പോൾ കുട്ടി പറയാ, ഉമ്മ പറഞ്ഞു നമ്മൾ ഹിഫ്ള് പഠിച്ചിട്ട് നമ്മൾ മറന്നുപോയാൽ അള്ളാഹു ശിക്ഷിക്കും. അത് ഇതല്ല ടോപ്പിക്. അത് ഈ വിഷയത്തിൽ ഇങ്ങനെയല്ല പറയുന്നത്. ഹിഫ്ള് പഠിച്ചിട്ട് മറന്നു പോകാൻ, ഖുർആനെ വിസ്മരിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഖുർആൻ അറിഞ്ഞ് ഖുർആൻ അനുസരിച്ച് ജീവിക്കേണ്ടതിന്. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എടാ നീ ഖുർആനിൽ
പിന്നെ ഉഫിം വല തൻഹറുമ, പാരൻസിനോട് ഉഫ് ഛേ ഐ മോശം എന്ന് അങ്ങനെയുള്ള വാക്കൊന്നും ഉപയോഗിക്കരുത് എന്ന് ഖുർആനിൽ പഠിച്ചിട്ട് നീ ആ അറബി വാക്ക്, ആ ഖുർആൻ്റെ അറബ് വചനം നീ മറന്നില്ല എന്ന് വിചാരിച്ചോ. പക്ഷെ നീ ഉമ്മാനോട് ചീത്ത പറഞ്ഞു, ഉമ്മാനോട് ചീത്ത പറയുക എന്നും ചൂടാവുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോ. നീ ചെയ്യുന്നത് തെറ്റാണ്, നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വെച്ചാൽ ഖുർആനെ വിസ്മരിക്കുകയാണ്. ഖുർആൻ മറക്കുക എന്നല്ല പറഞ്ഞു, വിസ്മരിക്കുക. അപ്പോൾ ജീവിതത്തിൽ അതിന് ചേർക്കാന്ന്. അല്ല ഇത് സ്വാഭാവികമായിട്ട് എത്ര ഹാഫിലിങ്ങൾക്ക് ഇത് എത്ര ഓർത്ത് വെക്കാൻ പറ്റും. നമ്മൾ പഠിക്കുന്ന വെള്ളത്തിൽ എഴുതിയ പോലെ ജീവിതം ഇങ്ങനെ 5ഉം 10ഉം കൊല്ലം കഴിഞ്ഞ് ഹിഫ്ള് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓക്കെ. പിന്നെ ഇമാമ നിൽക്കുന്ന ആളുകളാണെങ്കിലും ഓക്കെ. ഇമാമത്തൊക്കെ വിട്ട് ജന ബിസിനസ്സിലും അല്ലെങ്കിൽ കുടുംബജീവിതത്തിലൊക്കെ വഴി മാറി സഞ്ചരിക്കുന്ന ആളുകളൊക്കെ ദീനി രംഗത്തു നിന്നൊക്കെ മാറി മറ്റ് പ്രൊഫഷണലായിട്ട് മാറുന്ന ഹാഫിലിങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ അത് മറന്നു പോകും, ഉറപ്പാണ് മറന്നു. അതിൻ്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കില്ല. അതങ്ങനെ നമ്മൾ കാണരുത്. അത് നമ്മൾ മിഥ്യാധാരണകൾ ഒരുപാട് പലരും കൊണ്ടു നടക്കുന്നതെന്നുള്ളതാണ്. അതൊന്നും നമ്മൾ വെച്ച് മുന്നോട്ട് പോകരുത്. അപ്പോൾ എന്നാലാവട്ടെ തജ്വീദ് അങ്ങനെയല്ല. നമ്മൾ തജ്വീദോടെ തന്നെ പറയാന്ന് വെച്ചാൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരികയാണ്. കുറച്ചധികം ആമുഖം പറഞ്ഞു പോയി. ഈ വിഷയം അത്രയും ഗൗരവമുള്ളതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ആദ്യം അൽ-ഫാത്തിഹ, ബിസ്മിയാണ്. ബിസ്മി എനിക്ക് തോന്നുന്നത് കുറച്ചധികം സമയം ഞാൻ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മുഴുവനായിട്ട് കാണുക, അല്ലെങ്കിൽ ഓരോ ആയത്ത് 2 ആയത്ത് 3 ആയത്തൊക്കെ കണ്ട് പോസ് ചെയ്ത് പിന്നീട് ഒഴിപോലെ കാണുക ഇൻഷാ അല്ലാഹ്. കാരണം ഇത് പിന്നീട് നമ്മളിതൊന്നും പറഞ്ഞു വരില്ല. ബിസ്മിയാണ് ആദ്യം പറയാനുള്ളത്. ബിസ്മിൽ ഓതുമ്പോൾ വരുന്ന തെറ്റുകളാണ് നമുക്ക്, ശരികളല്ലല്ലോ നമുക്ക് കിട്ടേണ്ടത്. ആദ്യം ഓതുന്നത് ബിസുമിയാണ്. ബിസുമി. അപ്പോൾ സീനിന് എന്തിനാണ് സ് എന്ന ഉച്ചാരണം കൊടുക്കുന്നത്? കൽക്കലയുടെ അക്ഷരങ്ങൾ, അതായത് കുത്തുബുജദ് എന്ന് പറയുന്ന 5 അക്ഷരങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ഏതെങ്കിലും കൽക്കല അക്ഷരം ഉണ്ടോ? ഇല്ല. ആ അക്ഷരങ്ങൾ മാത്രം, കുത്തുബുജദ് എന്ന അക്ഷരങ്ങൾ മാത്രമാണ് ബ്. അത് തജ്വീദ് നിയമം അറിയുന്നവർക്ക് ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ, അല്ലാത്തവർ അത് പഠിക്കുക. നിങ്ങൾ തജ്വീദ് നിയമം പഠിക്കണം. എൻ്റെ തജ്വീദിൻ്റെ ക്ലാസ് ഉണ്ട്, പേഴ്സണലായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടോളി, ഞാൻ അയച്ചു തരാം. 21 ക്ലാസ് അതുണ്ട്. അത് നിങ്ങൾ ഒഴിപോലെ പഠിച്ചാൽ മതി. അപ്പോൾ ഞാൻ കൽക്കല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അത് പഠിക്കാതെ ഒരിക്കലും ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം ബിസ്മീന്ന് ഓതരുത്, ബിസ്മിന്ന് ഓതുക. അത് മനസ്സിലാക്കിയാൽ മതി. അറിയുന്നവർക്ക് ഞാൻ പറയണ്ട, ഇത് കൽക്കലയുടെ അക്ഷരമല്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അറിവുള്ളവർ, അല്ലാത്തവർക്ക് ഇതിപ്പോൾ മനസ്സിലാവില്ല. അപ്പം ബിസ്മിന്ന് പറയരുത്. പിന്നെ ബിസ്മില്ലാഹ് എന്ന് വരില്ല. ചില ആളുകൾ അപൂർവമായിട്ട് തെറ്റിക്കുന്ന കാര്യം ബിസ്മില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇല്ല എന്നുള്ളത് കാരണം ഈ മീമിന് എൻ്റെ തജ്വീദ് നിയമത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല, തിലാവയിലേക്കാണ്. നിയമപ്രകാരം ഓദിപ്പിക്കുകയാണ്, അല്ലാതെ നിയമം പഠിപ്പിക്കുകയല്ല. നിയമം പഠിപ്പിക്കാമെന്നൊന്നും അവിടെ തീരൂല. ഓരോന്നിപ്പോൾ ഈ അലിഫില്ലേ, ഈ അലിഫ് എന്തുകൊണ്ട് ഇവിടെ വന്നു, അതിൻ്റെ നിയമം പഠിക്കാൻ അതിനൊരു ക്ലാസ് എടുക്കേണ്ടി വരും. ഓക്കെ. ഈ അലിഫിൻ്റെ പ്രത്യേകത, ഈ അലിഫ് തുടക്കത്തിലാണെങ്കിൽ, ഇവിടെ തന്നെ ഉദാഹരണം കാണിച്ചു, അൽഹംദു തുടക്കത്തിലാണ്. ഈ അലിഫ് നമ്മൾ പറഞ്ഞോ, അൽഹംദു എന്ന് പറഞ്ഞു നോക്കൂ. അൽഹംദു പറഞ്ഞില്ലേ? ഓക്കെ. ഇവിടെ നമ്മൾ അലിഫ് പറയുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഇപ്പം എത്ര അലിഫ് വന്നു? ഇതിന് ഞാനൊരു പേരിട്ടിട്ടുണ്ട്, ഇതിന് ബലൂൺ അലിഫ്. എൻ്റെ ഒരു ഉസ്താദ് അങ്ങനെ പഠിപ്പിച്ചതാണ്. ഹംസത്തുൽ വസിൽ എന്നൊക്കെ പറഞ്ഞ് ആളെ ബേജാറാക്കണ്ട, ബലൂൺ അലിഫ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതൊരു ബലൂണിനെ പോലെ ഇങ്ങനെ കാണുക. എന്നിട്ട് ഇത് അലിഫ്, ബലൂൺ അലിഫ് 3 അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ബലൂൺ അലിഫ് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? അത് തുടക്കത്തിലല്ലാത്ത ഒരു ബലൂൺ അലിഫ് നമ്മൾ പറയേണ്ടതില്ല. അപ്പോൾ എന്തിനാ അപ്പോൾ ഇത് പറയാൻ കാരണം? ഇത് തുടക്കത്തിലാണ്. ഓക്കെ. അപ്പോൾ ബിസ്മിയിലുള്ള 3 അലിഫുകൾ നമ്മൾ ഔട്ടാക്കി. 1, 2, 3. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഈ ഗ്രേ കളറിലുള്ള അക്ഷരങ്ങൾ നമ്മൾ പറയേണ്ടതില്ല എന്നുള്ളതാണ് കേട്ടോ. തജ്വീദ് കളർ കോഡഡ് ഖുർആൻ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഈസിയാണ്. ഓക്കെ. ഇനി നമ്മൾ ഔട്ടാക്കാൻ പോകുന്ന 2 അക്ഷരം കൂടെ ഇതിലുണ്ട്. ഒന്ന് ലാം, ഇതും ലാം. ഈ 2 ലാം എന്താ നമ്മൾ ഉച്ചരിക്കാത്ത? അതിൻ്റെ തജ്വീദ് നിയമത്തിലേക്ക് ഞാൻ കിടക്കുന്നേയില്ല. ലാം എന്തുകൊണ്ടാണ് ഉച്ചരിക്കാത്തതെന്ന് വെച്ചാൽ അതിൽ സുക്കൂൻ ഇല്ലാത്തതുകൊണ്ട്. അൽഹംദു, ഇതെന്താ ലാം പറഞ്ഞു? ഇവിടെ ലാം പറഞ്ഞു, ഇവിടെ ലാം പറഞ്ഞില്ല. കാരണം ഇവിടെ എന്തെല്ലാം പറയാത്തത്? അവിടെ ലാമിന് സുക്കൂനില്ല. ഇവിടെ എന്തെല്ലാം പറഞ്ഞത്? ഇവിടെ ലാമിന് സുക്കൂനുണ്ട്. വളരെ ഈസി ആയിട്ട് പഠിക്കുക. ഇതൊറ്റ കാര്യം മതി നമുക്ക്. ഹറൂഫ് ഷംസിയ, ഹറൂഫുൽ ഖമരിയ, അൽ ഖമർ, അഷംസ്, ആ ഒരു ടോപ്പിക് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. സുക്കൂൻ നോട്ട് ചെയ്യാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ബിസ്മില്ലാഹി. ഇനി അക്ഷരങ്ങളുടെ ഉച്ചാരണം ബിസ്മില്ലാഹി. അപ്പോൾ ഹ, ഇത് ഹാൻ്റെ ഹ എന്നുള്ള അക്ഷരം വേറെ എവിടെയെങ്കിലും വന്നാൽ നമുക്ക് ഈ ഹിന്ദിനയിൽ വന്നിട്ടുണ്ടാവും. ഇതാ ഈ ഹായാണ്. ഇത് ലാസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ വരും, ഇവിടെ വരും. അപ്പോൾ ഇത് ആ ഹായാണ്. ഇത് മലയാളത്തിൽ നമ്മൾ ചിരിക്കുന്ന ഹ ഹ ഹ ഹ, അതിൻ്റെ കുറച്ചുകൂടെ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നിട്ട് വേണം ഹി. ബിസ്മില്ലാഹി ഉണ്ടോ, ഹി ഒരു വൈബ്രേഷനിൽ സൗണ്ട് വരണം. ഇനി ഈ ഹി കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ബിസ്മില്ലാഹി ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഏറ്റവും സാധാരണക്കാർ ഉദ്ദേശിച്ചു കൂടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മീമിന് നേരെ ഈ ലാമിലേക്കാണ് ചേർക്കുന്നത്. മില്ല, ബിസ്മില്ല, ബിസ്. അപ്പോൾ ഈ അലിഫ് മൈൻഡ് ചെയ്യുന്നതല്ല, ലാഹി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിനോട് മുത്തുപോലെ ചേർക്കുന്ന, നമ്മളൊരു ചെയിൻ ആലോചിക്കാം, ചങ്ങല ഒന്നിനോട് ചേർത്തിട്ടതാണ്, ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോവാണ്. അതുപോലെ കണക്ട് ചെയ്ത് പോകേണ്ടതാണ്. നമ്മൾ പോസ്റ്റിൽ, ഇലക്ട്രിക് പോസ്റ്റ് നാട്ടിൽ ഒന്നിനോട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോവാണ്. അതുപോലെ ബിസ്മില്ല, ഈ ബിസ്മി ഇല്ലാനോട് കണക്ട് ചെയ്യും, ഇല്ല റഹ്മാനോട് കണക്ട് ചെയ്യും. നിർത്തൂലത്. നിർത്തൽ എവിടെയാണെന്ന് വെച്ചാൽ ഈ ആയത്തിൻ്റെ നമ്പർ വരുമ്പോഴാണ്. നമ്മൾ നിർത്തേണ്ട ആയത്തെ നമ്പർ വരും, അതിൻ്റെ അടുക്ക് നിർത്താനുള്ള വകുപ്പുകളുണ്ട്, അത് പിന്നെ അവിടെ എത്തുമ്പോൾ നമുക്ക് പറയാം. ആയത്തിൻ്റെ അവസാനം അല്ലാതെ നമ്മൾ നിർത്തണില്ല. ബിസ്മില്ലാഹി റഹ്മാനി അങ്ങനെയൊന്നും ഒത്തില്ല, അത് ഫ്ലോയിൽ പോവണം. ഒരു ബിസ്മില്ലാഹി അങ്ങനെ അങ്ങ് പോകണം. ഒന്ന് തീരുന്നതിൻ്റെ മുമ്പ് അടുത്ത് തുടങ്ങണം. നമ്മൾ പറയില്ലേ, ഒന്ന് തിന്ന് തീർന്നതിൻ്റെ മുമ്പ് അടുത്തടുത്ത് വായിലിട്ട്, അതുപോലെ ഒന്ന് തീരുന്നതിൻ്റെ മുമ്പ് അടുത്ത വേർഡ് തുടങ്ങിയിരിക്കണം. എന്ന് വെച്ചാൽ അത് അതിനോട് കണക്റ്റഡ് ആണ്, ഇതിനോട് ചേർന്ന് ജോയിൻ്റ് ആക്കുക എന്നുള്ള പണി. അതിനാണ് ഈ തിലാവ എന്ന് പറയാം. തിലാവത്ത്, ഖുർആൻ തിലാവത്താണ്. ഖുർആൻ പിന്നെ അങ്ങനെയാണ് ഓതേണ്ടത്, ബിസ്മില്ലാഹി. അപ്പോൾ അത് കഴിഞ്ഞാൽ അധികം ബുദ്ധിമുട്ടുള്ള വേറൊന്നും വരും. പിന്നെ ഇത് പറഞ്ഞല്ലോ, അലിഫ് നമ്മൾ ക്യാൻസലാക്കി, ലാമും ക്യാൻസലാക്കി, അതിൻ്റെ കാരണങ്ങളും പറഞ്ഞു. പിന്നെ നേരെ ഹി കഴിഞ്ഞിട്ട് നേരെ റ, ഹിർ റ, ഹിർ റ. ഈ റ പറയുമ്പോൾ 2 റ പറയാം. ഓട്ടോറിക്ഷൻ്റെ സൗണ്ട് വരെ ആ സൗണ്ട് വരണം, റ. ബിസ്മില്ലാഹിർ റ. പിന്നെ ഹാണ്. ഹാ പറയുമ്പോൾ ഇവിടെ 2 ഹാ വന്നു. ഈ ഹാൻ്റെ ഉച്ചാരണം ഒരിക്കലും ഈ ഹാ അല്ല. ഈ ഹാ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാ ഇവിടെ താഴെ ഉണ്ടോ. ഈ ഹാ അല്ല ആഹാ, ഈ ഹാ അല്ല ആഹാ. ഏത് ആഹാ? മേലെയുള്ള ഹാ. അപ്പോൾ ഈ ഹാ പറയുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി. അപ്പം പല്ല് കാണിച്ചിട്ട് ഹ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഹ. ഇവിടെ റഹീം, റഹ്മാനി. ചില ആൾക്കാരുണ്ട് കളിയാക്കല്ല, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം, തമാശ രൂപത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ നല്ല മൈക്ക് പിന്നെ ബാസുള്ള മൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പേടിയാവും. ഈ പള്ളിയിൽ നിന്ന് നല്ല മൈക്കിൽ ചുണ്ടൊക്കെ അടുത്ത് വെച്ചിട്ട് പറയുമ്പോൾ ഹീം. അപ്പോൾ ഹീമല്ല, ഇത് ഹെയ്മാണ്, ഹ. അപ്പോൾ ഇവിടെ ബിസ്മില്ലാഹി. അപ്പോൾ ഈ ഹാ എടുത്തിട്ട് ഇവിടെയൊക്കെ ഹാ തന്നെ ആയി പോകരുത്. കുട്ടികളിലാണ് ധാരാളമായിട്ട് ആ തെറ്റുകൾ വരാറുള്ളത്. അപ്പോൾ ഹ ആണിത്. ഈ ഹാൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ട് വരണം, പക്ഷെ ഇത് കൂട്ടി കഴിയുമ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് മീമാണ്. ഈ മീമിന് അലിഫ് ഇട്ടിട്ടില്ല, ശ്രദ്ധിക്കണം. അലിഫില്ല. മാനിക്ക് മാനില്ല. മാനില്ല എന്ന് ഞാൻ വെറുതെ പറയല്ല, നിങ്ങളങ്ങനെ ഓതരുത്. മിക്ക ആളുകളും തെറ്റിക്കുന്ന വളരെ വലിയൊരു തെറ്റാണ് ഇവിടെ. ഞാൻ ഓതി കാണിച്ചു തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത്ര ഒന്നും കിട്ടൂല. ചില ആൾക്കാരെ ഉദാഹരണമായിട്ട് പറയാം, അങ്ങനെ നീട്ടുന്നവരുണ്ട്. നീ അത്രയും നീട്ടാം, ഇനി കുറച്ച് നീട്ടി കാണിച്ചു തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്ത് രസമുണ്ട് കേൾക്കാനല്ലേ, കേൾക്കാൻ രസമല്ലേ. തെറ്റ ഓതിയത് അത്ര നീട്ടാൻ പറ്റൂല. നമ്മളിപ്പോൾ ഒരു വേറെ മാലിക്കും ഇല്ലല്ലോ, ഇയ്യാക്ക. ഈ ഇയ്യാക്ക എന്നുള്ള വേർഡ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഇയ്യാക്ക അല്ലേ? ഓക്കെ, ഇത് ഇയ്യക്കല്ല, ഇയ്യാക്കയാണ്. പക്ഷേ അതിനെ ഞാൻ ഇയ്യാക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറായിട്ട് തോന്നില്ലേ? അത് തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഈ ഇയ്യാക്കൻ്റെ ഈ അലിഫിൻ്റെ പകുതി, ഇതൊരു അലിഫാണ്, ഇതിൻ്റെ പകുതി കട്ട് ചെയ്ത കഷ്ണമാണ് എവിടെ കിടക്കുന്നത്? ഈ മീമിൻ്റെ മേലെ കിടക്കുന്നത്. ഹാഫ് അലിഫ്. ഇതിന് ഒരു പേരിട്ടാണ് നമ്മൾ ബലൂൺ അലിഫ് കൊടുത്തവർ ഹാഫ് അലിഫ്. ഈ അലിഫിൻ്റെ കഷ്ണം മുറിച്ച പീസാണ് ഇവിടെ വെച്ച്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു വരടാൻ പറ്റാത്തതുകൊണ്ടല്ലല്ലോ, ഇവിടെ മാന്നാക്കാൻ പറ്റാത്തതുകൊണ്ടല്ലല്ലോ, ഇത്ര മതി എന്നുള്ളതാണ്. അപ്പോൾ തജ്വീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ടുണ്ടാക്കലല്ല.
പാട്ടുണ്ടാക്കലല്ല, പാട്ടുണ്ടാക്കണ്ട, മ്യൂസിക് ആക്കണ്ട, ഓവറായിട്ട് ആ നീട്ടേണ്ടടുത്ത് നീട്ടിക്കോളൂ, മണിക്കേണ്ടടുത്ത് മണിച്ചോളൂ, അല്ല നീട്ടാൻ പാടില്ലാത്തടത്ത് നീട്ടാൻ പോവുക, മണിക്കാൻ പാടില്ലാത്ത മണിക്കാൻ പോയി ചെയ്താൽ അത് തജ്വീദിന് വിരുദ്ധമാണ്, അർത്ഥം മാറിപ്പോവും, ചെയ്യുന്ന തെറ്റാണ്. അത് പണ്ഡിതന്മാർ ചെയ്താലും ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്, അത് തുറന്ന് പറയാം. നമ്മുടെ നാട്ടിലൊരു ആലിമായൊരു മനുഷ്യൻ വന്നിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വളരെ ചെറുപ്പത്തിലാണ് പള്ളിയിൽ വന്നിട്ട് ഒന്നാമത്തെ സഫിൽ വന്നിട്ട് അതെങ്ങനെ അറുത്ത് മുറിച്ചിട്ട് ഈ ഇമാമെന്നാൾ കുടുങ്ങിപ്പോയതാ. ഓരോ 2-3 ആയത്തിലും ഇദ്ദേഹം തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ തെറ്റ് ഇമാമത്ത്, അയാൾ ശാഠ്യക്കാരനാണ്, തജ്വീദില്ലാതെ അവനെ ഓതണ്ട എന്ന ശാഠ്യമാണ്. ആ അക്ഷരങ്ങൾ തെറ്റിപ്പോണല്ല, അത് അറക്കത്തുകളും ഹർഫ് വരെ തെറ്റുന്നത് ഉച്ചാരണം പ്രശ്നമായിട്ട്. എന്നിട്ട് ഇയാൾ ഇമാം ഇങ്ങനെ നിസ്കാരം നോക്കുക, ആരാണത് എന്ന്. സത്യമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം, നമ്മൾ പാട്ടുണ്ടാക്കരുത്. അർ-റഹ്മാനി, മാനി, മനിയല്ല മാനി. അപ്പോൾ ഞാൻ ബിസ്മിക്ക് തന്നെ ഇത്രയും സമയം എടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് പറയാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഇത് ഇത്രയും നമ്മൾ ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. അത് പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഒരായത്ത കേൾക്കാൻ പറ്റുമെങ്കിൽ ഒരായത്ത് കേട്ടോളൂ, എന്നിട്ട് ബാക്കി നാളെ ഒഴിവുള്ളപ്പോൾ കേട്ടാൽ മതി. അപ്പോൾ എന്തായാലും കമൻസ് വരും. എൻ്റെ സൂറ ഫാത്തിഹയുടെ ഞാൻ പറഞ്ഞത് 1 മില്യൺ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾ അതിലിപ്പോഴും കമൻസ് വന്ന് കിടക്കുന്നുണ്ട്. എന്തിനാ ഇത്ര അധികം നീട്ടിപ്പരത്തി പറയുന്നത്? പറയാനുള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് പറയാതിരിക്കാതെ ഇങ്ങനെ പെട്ടെന്ന് തീർക്കാൻ അറിയാത്തതുണ്ടല്ലോ, പക്ഷെ അത് പറയണം. അത് തിലാവിൽ ഓരോ ഹർഫും ഓരോ അക്ഷരങ്ങളുടെ ഉച്ചാരണം വെച്ച് തന്നെ നമ്മൾ പോവുക ഇൻഷാ അല്ലാ, സുബറോടുകൂടെ. ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും നഷ്ടമാവില്ല കേട്ടോ ഈ സമയമൊന്നും. അപ്പോൾ 2 മണിക്കൂർ ഇരുന്ന് സിനിമ കാണുന്നതിന് ആളുകൾക്ക് വിഷമമല്ല, അല്ലെങ്കിൽ വേറെ യൂട്യൂബിൽ റീൽസ് കണ്ടിരിക്കുന്ന വിഷയമല്ല. അതൊക്കെ ഒരു വിശ്വാസപരമായ പ്രശ്നം കൂടിയാണ്. സമയമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഒന്നുമില്ല, ജീവിതത്തിൽ മരിക്കണത് വരെ ഇരുന്ന് ഓതേണ്ട ഫാത്തിഹ അല്ലേ, അതിനു വേണ്ടി 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തൂടെ എന്ന് ചിന്തിക്കല്ലല്ലോ മനുഷ്യന്മാർ ചെയ്യുക. ഓക്കെ, ഞാൻ കമൻറ്റ് ചെയ്തവരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, അല്ലേ, സംഗതി ബോധ്യപ്പെടുത്തിയാണ്. ഓക്കെ, ഇനി അപ്പോൾ നീട്ടരുത് എന്നാണ്. പിന്നെ ചിലരൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം, തെറ്റ് മനസ്സിലായില്ലേ? ഞാൻ തെറ്റായിട്ട് ഓതുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം ഉണ്ടോ, നൂനിന് എന്താ ഇവിടെ ഉള്ളത്? കെസറാണ്. ഞാൻ ഒരു UK എന്നുള്ളൊരു കുട്ടിയുണ്ട്, ഞാൻ പേര് പറയാനല്ല, എത്ര തിരുത്തിയാലും ഒരു പിറ്റേന്ന് വന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം ആ അനുവാട് പഠിച്ചു പോയി. അതിന് ശരിയാക്കാൻ അവൻ അങ്ങനെ പറയണ്ട, മരിക്കണവരെ അവൻ തെറ്റ് തിരുത്തൂല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? എത്ര വട്ടം നമ്മളത് പറയാം. ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞേരെ. ഒരു കുട്ടി ഇതേപോലെ തന്നെ UK ലണ്ടനിലുള്ള ഒരു കുട്ടി, അവിടുത്തെ ഒരു പിന്നെ ദീനീ പരിപാടിയിൽ ഖിറാഅത്ത് ചൊല്ലിയതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഓലെ പാരൻസ് ഉദ്ദേശിച്ചത് ഉസ്താദിന് സന്തോഷമായിക്കോട്ടെ, ഉസ്താദിൻ്റെ കുട്ടികൾ ഇവിടെ മാഷാ അല്ലാഹ് പഠിച്ചിട്ട് വലിയ പെർഫോമൻസ് നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് വീഡിയോ അയച്ചു തന്നാണ്. അല്ലോ, ആ വീഡിയോ കിട്ടിയപ്പോൾ, പെൺകുട്ടിയാണ്, ആ വീഡിയോ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഏത് സൂറത്തായിരിക്കും ഇവിടെ ഓതിയിട്ടുണ്ടാവുക. ഞാൻ കുറേ ജുസൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കം തന്നെ പിന്നെ ഏതായിരുന്നു, മസലുഹും കമസലില്ലതിയാണോ? അതാന്ന് തോന്നുന്നു. ബഖറയിലെ ഫസ്റ്റ് ഭാഗത്താണ്, അല്ലെങ്കിൽ പിന്നെ വൈദ് ഖാല റബ്ബുക അല്ലെ ഇന്നല്ലദീന കഫറു, ഏതെങ്കിലും ഒരു ആയത്താണ്. അതിലൊരു അൻസർതഹും എന്നുണ്ട്. അൻസർതുഹും എന്നുള്ളത് അൻസർതഹുന്നോ അല്ലെ അൻസർതഹും എന്നുള്ളത് അൻസർതുഹുന്നോ, അത് യാസീനിലും അങ്ങനെ തന്നെ ഒരു ആയത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ആയത്തും എത്ര പറഞ്ഞാലും ഇവളെന്ത് ചെയ്യും, ഇത് എത്ര പ്രാവശ്യം പറഞ്ഞാലും അവൾ പിന്നെയും എന്ത് ചെയ്യും, ഇതേ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ പറഞ്ഞു മടുക്കുക എന്ന് പറയില്ല. കാരണം ഇത് ഖുർആൻ നമ്മൾ തെറ്റായി പഠിച്ചാൽ പിന്നെ അങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റം വരുത്താൻ അവർക്ക് സാധിക്കൂല. അപ്പോൾ ഞാൻ പലപ്പോഴും അവളോട് ഇങ്ങനെ സൂചിപ്പിക്കും, നീ ഇങ്ങനെ തെറ്റ് പറയുന്നുണ്ടോ, ഇൻഷാ അല്ലാഹ് നാളെ ശരിയാക്കാൻ അങ്ങനെ അങ്ങ് പോവാണ് ചെയ്യുക. അങ്ങനെ അവസാനം ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടി ഇത് തന്നെ ഓതുകയാണ്. ഇത് ഓതി ആ തെറ്റ് അങ്ങനെ തന്നെ വരച്ച വരയിൽ അൻസർത്തഹം അങ്ങനെ തെറ്റായ രീതിയിൽ തന്നെ കുട്ടി ഓതിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരുത്താൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു ഫതഹിൻ്റെ വിഷയമാണ്, സംഭവം ഒരു ഫതഹാണ്, പക്ഷേ ആ ഫതഹ് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ സൂറത്തുൽ ഫീൽ ചെറുപ്പത്തിൽ മദ്രസയിൽ വെച്ചിട്ട് ഫജാലഹും കാസ്ഫിം മക്കൂല, എൻ്റെ മുമ്പ് ബി അസ്ഹാബിൽ ഫീൽ
എന്ന് ഒരു ബി അടോന്ന് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെയും ഓതി പ്രാക്ടീസ് ചെയ്ത് ഒരിക്കലും പള്ളിയിൽ ഓതിയ സമയത്ത് വരെ അതങ്ങനെ വന്നു പോയിട്ടുണ്ട്. അതങ്ങനെ നമ്മളത് പഠിച്ചാൽ അങ്ങനെ തന്നെ വരും. അതുകൊണ്ട് എപ്പോഴും ഓതി പഠിക്കുന്ന വളരെ ക്ലിയർ ആയിട്ട് തന്നെ പോകണം. അപ്പോൾ റഹ്മാനി നി എന്ന് തന്നെ പറയാം. പിന്നെ റഹീം അർറഹ്മാനി റഹീം. അപ്പോൾ മീമ് റഹീം എന്നൊന്നും പറയരുത്. ചില ഖിറാഅത്തിലൊക്കെ അങ്ങനെ റഹീം എന്നൊന്നും എൻ്റെ ചെയ്യില്ല. റഹീം ചുണ്ട് മെല്ലെ അടക്കുക. അപ്പോൾ ബിസ്മില്ലാഹി, ഞാൻ ഈ ഓതുമ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്ത് ഖിറാഅത്താണിത്? അങ്ങനെയല്ല. ഇത് ശരിക്ക് നമ്മുടെ ഷെയ്ഖ് ഹുസരിയുടെ ഖിറാഅത്ത് നിങ്ങൾ കേട്ട് നോക്കിയിട്ടുണ്ട്. ഇന്ന് ലോകത്ത്, അറബ് ലോകത്താവട്ടെ, ഇസ്ലാമിക പണ്ഡിത ഖുറാഅുകൾക്കിടയിൽ ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, ഇന്നും ആളുകൾ റെഫർ ചെയ്യുന്നത് ഹുസരിയുടെ ഖിറാഅത്ത്. മറ്റ് ഖിറാഅത്തിൽ ഇപ്പം നമ്മൾ മിഷാരി റാഷിദ് അൽ ഫാസിയുടെ അല്ലെങ്കിൽ ആരാവട്ടെ ഏറ്റവും മനോഹരമായിട്ട് ഇവൻ സുദൈസ് അടക്കം പല തെറ്റുകളും ഉണ്ടാണ്. മിഷാരിയിലൊക്കെ വലിയ ഗുരുതരമായ എൻ്റെ ഒരു ആലിമായിട്ടുള്ള പിന്നെ ഒരു മനുഷ്യൻ്റെ ഒരു വളരെ സുഹൃത്തായിട്ടുള്ള, അദ്ദേഹം മരണപ്പെട്ടു പോയി, വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് മിഷാരിയുടെ ഖിറാഅത്തിൽ വലിയ തെറ്റുകളുണ്ട്, ആവശ്യമില്ലാതെ എവിടെയും ഇവിടെയൊക്കെ നീട്ടുന്നുണ്ട്. അത് ഖുർആൻ്റെ അദബിന് ചേരാത്ത രീതിയിലാണ്. പക്ഷേ അത് മക്രൂഹ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും അത് ഹറാമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. വിലക്കപ്പെട്ട രീതിയല്ല, എന്നാലാവട്ടെ ആണ്. ഈജിപ്ഷ്യനൊക്കെ നോക്കുകയാണെങ്കിൽ പറയണ്ട, ഈജിപ്ഷ്യൻ ഖിറാഅത്ത് പിന്നെ പറയണ്ടല്ലോ. അത്രയും നീട്ടി വലിച്ചിട്ടാണ് അവർ ഓതുക. പക്ഷേ അവർ തജ്വീദ് നിയമം തെറ്റിക്കാതെ നീട്ടുക കേട്ടോ. നമ്മളങ്ങനെയല്ലല്ലോ, നമ്മൾ ഇല്ലാത്തടത്ത് നീട്ടാൻ. അപ്പോൾ റഹ്മാനിയൊന്നും ആരും അങ്ങനെ നീട്ടിപ്പോയില്ല. നമ്മളില്ലാത്തടത്താണ് നീട്ടുക. ഉദാഹരണമായിട്ട് ഇപ്പം മാലിക് യൗമുദ്ദീൻ, ഇവിടെയൊക്കെ മാലിക്ക്. ഞാനൊരു പൊന്നാനി ഭാഗത്ത് ഒരു ദിവസം പിന്നെ എങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു പള്ളിക്കറി പെട്ടുപോയി. ഇയാളുടെ കീഴിലൊക്കെ ആളുകൾ എങ്ങനെയാണ്, നമുക്ക് തുറന്ന് പറയാനും പറ്റില്ല. തലയെക്കെട്ടും തലപ്പാവും ഒക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അവരോട് മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ തജ്വീദ് തെറ്റാന്ന് മുഖത്ത് നോക്കി പറയാൻ പ്രയാസമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, നിങ്ങൾ പഠിക്കല്ലാതെ എന്തോ അങ്ങനെ പഠിച്ചു വന്നത് ഓതുകയാണ്. ആരോ പഠിപ്പിച്ച ശൈലി, അത് അവർ മാറ്റൂല, അങ്ങനെയാണ്. അപ്പോൾ ഹുസരിയുടെ ഖിറാഅത്ത്, പിന്നെ ഞാനും അത്യാവശ്യം പിന്നെ വലിയ പണ്ഡിതനാണ്, തജ്വീദ് പണ്ഡിതനാണെന്നൊക്കെ വിചാരിച്ച് കാണുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ യു എയിൽ വന്ന്, ഞാൻ പറഞ്ഞല്ലോ, യു എയിൽ വന്ന സന്ദർഭത്തിൽ പിന്നെ ഈ അവിടുത്തെ ഔക്കാഫിൻ്റെ കീഴിൽ പിന്നെ ഞാൻ പഠിക്കുക, ഒരു അറബിയാണ്, ജോർഡാനിയാണ് എന്നെ പഠിപ്പിക്കുന്നത്. പിന്നെ ഒരു അഫ്ഗാനി ഉണ്ടായിരുന്നു. അപ്പോൾ ജോർഡാനിയായ ഈ മനുഷ്യൻ ഇങ്ങനെ, അദ്ദേഹം പണ്ഡിതനാണ്, വലിയ ആലിമാണ്, ഷെയ്ഖ് ഫാത്തി അമ്മാർ പേരെടുത്ത് പറയാം, റഹിമഹുല്ലാ. അദ്ദേഹത്തിന് അള്ളാഹു ഒരുപാട് നിഅമത്ത് കൊടുക്കട്ടെ. കാരണം അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയാണത്. ആ പരമ്പരയുടെ കണ്ണിയായി ചേരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു അനുഗ്രഹമായിട്ട് ആ യു എയിലെ ജീവിതകാലം ഓർത്ത് വെക്കുകയാണ്. കാരണം അത് ഒരു പരമ്പരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരമ്പര ഇങ്ങനെ വന്നിട്ട് ഇമാം ജസരി റഹ്മത്തുള്ളാഹിയുടെ കീഴിൽ അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞെന്നുള്ള ആ പരമ്പരയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ജോർഡാനിയായ ഈ അറബി വലിയ പണ്ഡിതനാണ്, അവിടുത്തെ ഇമാമാണ്, പള്ളിയിലെ ഇമാമാണ്, മസ്ജിദുൽ ബറക്കയിലെ. നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നേരിട്ട് പോയി കാണാം. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹം 10 ഖിറാഅത്തുകളിൽ അദ്ദേഹം എക്സ്പേർട്ടാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഒരാഴ്ചയാണ് ഫാത്തിഹ പഠിപ്പിച്ചത്. ഉള്ളത് പറയാലോ, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. ഒരാഴ്ചയാണ് ഒരു ഫാത്തിഹ പഠിപ്പിക്കാനെടുത്തത്. എന്ന് വെച്ചാൽ അത്രക്കും നമ്മൾ അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാർ, അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ ഉസ്താദുമാർ അങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതങ്ങനെ താവഴിയായിട്ട് കിട്ടിപ്പോകുന്നതാണ്. പിന്നെ മാത്രമല്ല, നമ്മുടെ മലയാളികൾക്ക് ഒരു മലയാളി രീതിയുണ്ട് ഖിറാഅത്തിലൊക്കെ, നമ്മളങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ ഖിറാഅത്ത് കേൾക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അത്ര രസമൊന്നും ഇതിനുണ്ടാവില്ല. രസമല്ലല്ലോ പ്രധാനം, പാട്ടാക്കുക എന്നുള്ളതല്ലല്ലോ. പിന്നെ രസം നല്ല മിക്സർ വെച്ചിട്ട് നല്ല സ്പീക്കറിലിട്ട് കഴിഞ്ഞാൽ ഏത് ഖിറാഅത്തും അത്യാവശ്യം രസം ഉണ്ടാവും പള്ളിയിലാവുമ്പോൾ. ഇങ്ങനെ പറയുമ്പോൾ രസമായിട്ട് തോന്നൂല. അപ്പം അപ്പോൾ ഈ ഷെയ്ഖ് ഹുസരിയുടെ ഖിറാഅത്താണ്. ആ ഒരു മോഡലിലേക്ക് ഞാനൊന്ന് ഓതി മോഡൽ പറയാം. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും അതാണോ ഖിറാഅത്ത് എന്ന് ചോദിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അതാണ് ശരിയായ തിലാവത്ത്. അതിൽ അർത്ഥഗാംഭീര്യത്തോടു കൂടെ നമ്മൾ ഓതുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്.
അപ്പോൾ ഒന്നാമത്തതിൽ ബിസ്മിയിൽ ഇതാണ്, ബിസ്മിയാണ്, ബിസുമി അല്ല. പിന്നെ ഈ അലിഫ് ലാം ഇതൊക്കെ കട്ട് ചെയ്യുന്ന കാര്യം. റഹ്മാനി അധികം പോണ്ട, റഹീം അത്രേ നീട്ടാനുള്ളൂ. ചില ആളുകളൊക്കെ ആ ഒരു കുറച്ചുകൂടെ ഒന്ന് നീട്ടി റഹ്മാനി റഹീം അങ്ങനെ കുറച്ച് നീട്ടാറുണ്ട്. തെറ്റ് എന്നൊന്നും അതിനെ പറയാൻ പറ്റില്ല. ഇനി അടുത്ത ഒന്നാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. അൽഹംദു, ഈ അലിഫിനെ നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ലാമിനെ ഉപയോഗിച്ചു, കാരണം ലാമിൻ്റെ മേലെ സുക്കൂനുണ്ട്. വീണ്ടും വരാം, ലാമിൻ്റെ മേലെ സുക്കൂനില്ല, ഇവിടെ ഇല്ല, രണ്ട് സ്ഥലത്തും ഇല്ല, അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നു, കാരണം ലാമിൻ്റെ മേലെ സുക്കൂനുണ്ട്. പിന്നെ അൽഹംദു അല്ല, അൽഹംദു, ഹംദു. ഇത് ശരിക്കും മക്കളൊക്കെ വീട്ടിലുണ്ടല്ലേ, നിങ്ങൾ മക്കളെ വിളിച്ചിട്ട് ഓദിപ്പിക്കുക. ഇത് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് മക്കളല്ല, ഭാര്യ ആവട്ടെ ആരാവട്ടെ, നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ഇനി സുഹൃത്തുക്കളെ വിളിച്ചാൽ, അങ്ങനെയൊക്കെ ബന്ധപ്പെടാൻ പറ്റിയ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ, ഒരുത്തനും സുഹൃത്തുമായിട്ട് കാറിൽ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ കാറിൽ പോവാണ്. അങ്ങനെ ഇടത്തെപ്പോൾ ഒരു ബ്ലോക്കിൽ പെട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വെയിറ്റിംഗ്, ഒരു 1 hour വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ അതൊക്കെ വർത്താനം പറഞ്ഞിട്ട് നിങ്ങൾ ഫോൺ എടുത്തിട്ടേ, നീ ഫാത്തിഹ ഒന്ന് മതി, ഞാനൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എൻ്റെ ഒക്കെ ശരിയാണോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതൊക്കെയല്ലേ നമുക്ക് നേടിക്കൊടുക്കാൻ പറ്റുക. നമ്മൾ നല്ല ഭക്ഷണം വാങ്ങി കൊടുക്കുന്നുണ്ടാവും ദുനിയാവിൽ വെച്ച്, ഇതൊക്കെ നമ്മൾ ചെയ്യണ്ട. നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മൾ എപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ നമ്മൾ പോകാൻ പോകുന്ന ഈ സ്വർഗത്തിൽ എൻ്റെ സുഹൃത്തുക്കളും ഉണ്ടാവണമെന്ന്, എൻ്റെ കുടുംബക്കാരും എൻ്റെ വീട്ടും എൻ്റെ അയലും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒക്കെ ഉണ്ടാവണമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മാതാപിതാക്കളെങ്കിലും അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും നമ്മുടെ ദ്വാലൊക്കെ അവർ ഓർക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. ഉണ്ടെങ്കിൽ നമ്മളിതൊക്കെ ഷെയർ ചെയ്യണം പരസ്പരം. ഇൻഷാ അല്ലാഹ് അതിന് ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ തഅല്ലമൽ ഖുർആന വഅല്ലമ എന്നാണ്. നമ്മളിപ്പോൾ PhD എടുക്കുന്ന പോലെയാണ്. നിങ്ങൾ ഫാത്തിഹൻ്റെ PhD അപ്പോൾ ഇവിടെ എടുക്കാൻ പോണത്. എൻ്റെ പരമ്പര ഞാൻ പറഞ്ഞെന്നല്ലോ, എൻ്റെ ഉസ്താദ് ഷെയ്ഖ് ഫാത്തിഹ അമ്മാർ, പിന്നെ ഒരു അഫ്ഗാനിയുണ്ട്. എന്നാൽ ഫാത്തിഹ അമ്മാറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഡയറക്റ്റ് കണക്ഷനുള്ള ഉസ്താദിൻ്റെ പരമ്പരയിൽ നിങ്ങളും കണ്ണു ചേരുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം, ഇതിൻ്റെ ഒന്നാമത്തെ ഉസ്താദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വന്ന പരമ്പരയെ ഞാൻ നിങ്ങളിലേക്ക്, ഈ വിളക്കിനെ, പ്രകാശത്തെ, അള്ളാഹുവിൻ്റെ നൂറിനെ, അള്ളാഹുവിൻ്റെ കലാമിനെ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നിങ്ങളിത് നിങ്ങളുടെ മക്കളിലേക്ക്, കുടുംബത്തിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ വ്യാപിപ്പിക്കുക, ലോക മലയാളികളിലേക്ക്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദു, ഹംദ്, ഹ മീം, ഹമുദു അല്ല, ഹമുദു. കൽക്കലയുടെ അക്ഷരങ്ങളല്ലാത്ത അക്ഷരങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ നാട്ടിലൊരു പള്ളിയിലെ ഇമാമ്, ഞാൻ കുറ്റമായിട്ട് പറയല്ല കേട്ടോ, ഇത് തജ്വീദ് നോക്കുമ്പോൾ അത് പറയേണ്ടി വരും. മിക്ക സ്ഥലത്തും കയറിയിട്ട് പിന്നെ കൽക്കലയുടെ അക്ഷരം പോലെ പറയും, ഹമുദു അങ്ങനെ പറയുന്നു. അപ്പോൾ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, അങ്ങനെ പഠിച്ചു പോയിരിക്കുകയാണ്. എൻ്റെ കുറ്റ്യാടിയിലുള്ള കോഴിക്കോട് എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം പള്ളിയിൽ ഇമാമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പണ്ട് ഞാൻ അദ്ദേഹത്തോട് നല്ല രസമാണ് ഖിറാത്ത് അദ്ദേഹത്തിൻ്റെ, കേൾക്കാൻ തന്നെ ഒരു പിന്നെ ഭക്തി നിർഭരമായ ഖിറാത്താണ്. ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ ഒഴിവുള്ള സമയത്ത് എൻ്റെ ഫാത്തിഹ നിങ്ങൾ കേൾക്കുമോ, തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കേട്ട ഉടനെ ആദ്യം എന്നോട് പറഞ്ഞ ഈ ഒരു കാര്യം, ബിസുമില്ല അല്ലല്ലോ. അപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി എന്ന് പറയും. മറ്റേ ഞാൻ കേൾക്കാൻ തന്നെ നിൽക്കാറില്ല എന്ന് വെച്ചാൽ അങ്ങനെ ശീലിച്ച് പോയിട്ടുണ്ട്. പഴമക്കാർ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അൽഹംദു, ഹമുദു അല്ല, ഹംദു ലില്ലാഹി. ദാലൊക്കെ പറയുമ്പോൾ ദൂ തന്നെ വരണേ. ഹംദു ലില്ലാഹി ഹി റബ്ബി, റബ്ബി. ഈ റബ്ബി കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തതിലേക്ക് കണക്ട് ചെയ്യണം. അലിഫ് ലാം. എന്തുകൊണ്ട് ലാം പറഞ്ഞു? ബലൂൺ അലിഫാണ്. ബലൂൺ അലിഫ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ശേഷമുള്ള ലാമിന് സുക്കൂനുള്ളത് കൊണ്ട് അത് പറഞ്ഞു. ആലമീൻ. ആലമീൻ്റെ ഈ ഐൻ, ശരിക്കും ഐൻ ഇങ്ങനെ താഴോട്ടാണ് ഉണ്ടാവുക. ഈ ഐന് ചെറിയൊരു അലിഫ് മുറിച്ചിട്ട ഒരു ആന്നാക്കരുത് എന്നാണ്. ആലമീൻ, മീന് നീട്ടിക്കോളൂ. യാ മദ് ലെറ്ററാണ്. ഈ ഓറഞ്ച് കളർ, ഇത് ഓറഞ്ച് എന്നല്ല പറയുന്നത്, അവിടെ ഒന്നതാ ബിസ്മിയിലും ഓറഞ്ച് കളർ വരുന്നത് നീട്ടാനുള്ള മദ്ദിൽ ഐവാണ് മദ് ലെറ്റേഴ്സ്. അലിഫ് യവ, ഐവ. ഓർത്ത് വെക്കാൻ നല്ല സുഖമാണ്. അറബി കമ്മ്യൂണിക്കേഷൻ സ്പോക്കണിൽ വരുന്ന വാക്കുമാണ് ഐവ. മദ് ലെറ്റേഴ്സ്. യാ നീട്ടാൻ, യാ നേരെ നീട്ടാൻ, യാ താഴോട്ട് നീട്ടാൻ, വാവ്
ബൂ നീട്ടാൻ, അലിഫ് മേലോട്ട് നീട്ടാൻ, ബാ, അത്രയേ ഉള്ളൂ. ആ യ മീൻ അത്ര മതി ശരിക്ക്. അത് ഒരാൾ ഒരു ഭംഗിക്ക് വേണ്ടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒന്നങ്ങനെ ഒരു ഫ്ലോ ഒക്കെ കൊടുത്തൊന്ന് കാവ്യാത്മകമാക്കിയിട്ട് തെറ്റൊന്നും പറയാനില്ല. എന്നാൽ അതിനേക്കാൾ നല്ലത് ആലമീൻ അത്ര മതി, അതാണ് ശരി. ഓക്കെ, ഒരു ചെറിയ വൈബ്രേഷനൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്, കാവ്യാത്മകമാക്കാം. ഖുർആൻ വറത്തിൽ ഖുർആനെ തർത്തീലായി നിർത്തി സാവകാശം ഓതണം എന്ന് തന്നെയാണ് ഖുർആനിൽ അള്ളാഹു തന്നെ പറഞ്ഞ കാര്യം. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഐൻ പറയുന്നിടത്താണ് ഇത്. ഈ അക്ഷരം പറയാനൊരു സൂത്രം പറഞ്ഞുതരാം. നിങ്ങളുടെ കഴുത്തിൽ ഒരു കുഴി ഉണ്ടാവും, കഴുത്തിലൊരു കുഴിയുണ്ട്, ഒരു ഡിപ്പ്, തൊണ്ടക്കുഴി. ആ കുഴിയിലൊരു വിരൽ വെക്കുക. എന്നിട്ട് ഐൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരൽ ഇളകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐൻ കറക്റ്റാണ്. കാരണം ഐൻ അവിടെ നിന്നാണ് വരുന്നത്. ആലമീൻ ആലമീൻ നമ്മൾ ഓക്കാനിക്കേണ്ടി വരും നമുക്കിത് പറയണം. കാരണം മലയാളത്തിൽ ഈ അക്ഷരമില്ല, ഐനില്ല, മലയാളത്തിലില്ലാത്തത് നമ്മൾ പറയണം. ഇപ്പം ഈ ലാമും കൂടെ ഞാനൊന്ന് ചേർത്തോണേ, അത് വിട്ടുപോയൊരു കാര്യം. ഈ അൽഹംദുവിൻ്റെ ലാമേ അൽഹംദു പറഞ്ഞാൽ പോരാ, അൽഹംദു നമ്മൾ മണൽ എന്ന് പറയില്ലേ, മണൽ എന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരു അര സെക്കൻഡ് അധികം പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ, അങ്ങനെ അൽഹംദു ഉണ്ടോ, അൽഹംദു 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 അല്ല അൽഹംദുലില്ലാഹി ഉണ്ടോ, അത്ര ഒരു ചെറിയൊരു അവിടെ റബ്ബിൽ ആലമീൻ ആലമീൻ. അപ്പോൾ റബ്ബിൽ 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 അതാണ്. അതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടതൊന്നുമില്ല. ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇവിടെ ഞാൻ റാമി ആലമീനാന്നല്ലേ, ഒരു ചെറിയ കുട്ടി ചോദിക്കുന്ന പോലെ സംശയം ചോദിക്കുക, ആലമീനാന്നല്ലേ, ഇവിടെ എന്താ നൂനിട്ട് സുക്കൂനിട്ടത്? എല്ലാ ആയത്തുകളും സാക്കീനായിട്ടാണ് അവസാനിക്കേണ്ടത്. ചില കേസ് ഒഴികെ 99% സുക്കൂൻ ചെയ്തിട്ട് ആലമീൻ. പിന്നെ ഇത് ഒന്നും പറയാനൊന്നുമില്ല. അർ റഹ്മാനി അർ റഹീം. ശരിക്ക് വേറെ ഓതാണ് എങ്ങനെ വരിക? നമ്മൾ അലിഫ് ഉപയോഗിച്ചു. നോക്കൂ, ഇവിടെ തന്നെ നമുക്ക് ഒരു വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാവും. ആദ്യം നമ്മൾ അലിഫ് ഉപയോഗിച്ചു, ഇവിടെ ഉപയോഗിച്ചില്ല. അപ്പോൾ ഈ ബലൂൺ അലിഫിൻ്റെ ഉപയോഗം എന്താണെന്ന് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലായി. തുടക്കത്തിലാണ് നമ്മൾ ഉപയോഗിക്കും, ഇവിടെയാണ് ഉപയോഗിക്കൂല. ഓക്കെ, അർ റഹ്മാനിർ റഹീം, ഹീം, ഇത്രയേ ഉള്ളൂ. അർ റഹ്മാനിർ റഹീം. എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? കുറച്ചൊന്ന് നമ്മൾ നീട്ടി, അത്രയേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരാൾ ഇങ്ങനെ ചെയ്യാണ്, അർ റഹ്മാനിർ റഹീം. തജ്വീദ് അറിയാത്ത കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ വിചാരിക്കും, നല്ല കാര്യമാണല്ലോ, എന്ത് രസം കേൾക്കാൻ. അർ റഹ്മാനിർ റഹീം. ഇപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കേൾക്കാനൊരു ഇതിനൊരു നല്ല മിക്സറും കൊടുത്തിട്ട് നല്ല എക്കോ ഒക്കെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ കേട്ട് നിന്ന് പോകും. പക്ഷെ തെറ്റാണ് ഓതുന്നത്. അത്ര നീട്ടാൻ വകുപ്പുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അള്ളാഹ് ഇവിടെ ഒരു അലിഫ് ഇടാനെങ്കിലും പറയുന്നു. ഒരു അലിഫിൻ്റെ പകുതിയായിട്ടുള്ള റഹ്മാനിർ റഹീം. അള്ളാഹു റഹ്മാനാണ്, അതിലപ്പുറം കരുണാവാരിധിയാണ്, കരുണക്കടലാണ് എന്ന് പറയുന്ന ആ റഹ്മാനേക്കാളും മികച്ചു നിൽക്കുന്ന കാരുണ്യത്തിൻ്റെ കേദാരമായിട്ട് റഹീമിനെ അള്ളാഹു എടുത്തു കാണിക്കുകയാണ്. അറബ് ഭാഷയിലേക്ക്, അതിൻ്റെ മീനിങ്ങിലേക്കും തഫ്സീറിൽ പോകുമ്പോൾ നമുക്കതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ. മാലിക്കി, അങ്ങനെ മാലിക്ക്, ഇത് മലിക്കല്ല, മാലിക്കി യൗമിദ്ദീൻ ആവരുത്, മാലിക്കി മാലിക്കി. ഈ കി മലയാളത്തിലുണ്ട്, അതൊന്നും നമുക്ക് തെറ്റാനൊന്നുമില്ല ഇതിൽ. അപ്പോൾ ഇത് ഹാഫ് അലിഫ് മന, മാലിക്കി മാലിക്കി യൗമിദ്ദീൻ. ശരിക്കും ഇവിടെ അലിഫില്ല കേട്ടോ, ഇവിടെ ഇത് അലിഫല്ല, ഇത് ഈ മീമിനെ, ഇത് ലാമാണ്, ഇത് ലാമാണ്. ഈ മീമിനെ ഇങ്ങോട്ട് ഈ ലാമിൽ ചേർത്തതാണ്. ഇവിടെ ഈ ഹാഫ് അലിഫേ ഉള്ളൂ. അപ്പം എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ പേര്, അസംഖ്യം എന്ന് പറയില്ലേ, എത്രയോ ആളുകൾ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ മാലിക് യൗമിദ്ദീൻ ഓത്താണ്, ഒരാൾ ഓത്താണിത്, മാലിക് യൗമിദ്ദീൻ. എന്തോ മാലിക് അത്ര നീട്ടാൻ എവിടെയാണ് വകുപ്പുള്ളത്? ഇവിടെ വകുപ്പില്ല. മാലിക് യൗമിദ്ദീൻ, ഇവിടെ നീട്ടാം നമുക്ക് കുറച്ച് നേരം. മാലിക് യൗമിദ്ദീൻ.
അപ്പോൾ ഇവിടെ ഒരിക്കലും നീട്ടരുത്. അതാണ് ഒരു വലിയ തെറ്റ്. വലിയ തെറ്റ് പറഞ്ഞാൽ മിക്ക ആളുകളും തെറ്റിക്കുന്നത്. യൗമിദ്ദീൻ, ദാലിന് കുറച്ച് കട്ടിയിൽ പറയാം, ദീൻ. ഇവിടെ തെറ്റാനൊന്നും ഒന്നുമില്ല. അലിഫ് ലാം ഇല്ല, കാരണം അത് സെൻട്രൽ വന്നു. ഇതിന് ലാമിന് സുക്കൂനും ഇല്ല. ഇനി ഇയ്യാക നഅ്ബുദു, മിക്ക ആളുകളും പറ്റുന്ന ഒരു പറ്റാണ് ഇവിടെ. നഅ്ബുദു ഇയ്യാക നഅ്ബുദു. ഒന്ന് പറഞ്ഞു നോക്കൂ. അതിങ്ങനെ ഇങ്ങോട്ട് ഇടണം. ഞാനിതിന്മേ കുറേ കുടുങ്ങിയതാണ്. എൻ്റെ ഷെയ്ഖ് എത്രയാ ഇതിമിട്ട് നഅ്ബുദു എന്ന് പറയും. നഅ്ബുദു ഐൻ, അങ്ങനെ തന്നെ പറഞ്ഞ് നേരത്തെ പറഞ്ഞുള്ള തൊണ്ടക്കുഴിയിൽ വിരൽ വെച്ചിട്ട് തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. നഅ്ബുദു വാവ് പറയുമ്പോൾ എപ്പോഴും ചുണ്ട് വട്ടത്തിലാകണം. ഇവിടെ യൗമി പറഞ്ഞപ്പോൾ യൗ എന്നുള്ള ഉച്ചാരണം വരാൻ കാരണം ഈ സുക്കൂൻ കേട്ടോ. ഇവിടെ ഫത്താണ് യവാന്നാണ് വരിക. യൗ ഇപ്പം ബ ആണ് വരണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ബ ആണെങ്കിൽ ബൗമി. ഇവിടെ നൂനാണെങ്കിൽ നൗമി. അപ്പോൾ അത് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞതാണ്. പിന്നെ ഇയ്യാക അപ്പോൾ ഇവിടെ എങ്ങനെ തന്നെ നഅ്ബുദു ഐനല്ല നഅ്ബുദു പറയുന്നവരുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഒരോത്ത് നോക്കും, നിങ്ങൾ കേട്ട് നോക്കൂ. ഇയ്യാക നഅ്ബുദു വ, അപ്പം ഐന് ഫതഹ കൊടുത്ത്. ഓക്കെ, ഇനി അടുത്ത ആള് ഇയ്യാക നഅ്ബുദു വ നഅ്ബുദു എന്ന സൗണ്ടാണ് വരുന്നത്. തെറ്റാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എങ്ങനെയുണ്ട്? നസ്തഈൻ ഇല്ല, നസ്തഈൻ. എങ്ങനെയുണ്ട്? ത അല്ല തത്തയുടെ ത, മലയാളത്തിൽ തറ എന്ന് പറഞ്ഞാൽ നസ്തഈൻ. അപ്പോൾ നസ്തഈനു എന്താ ഇവിടെ? അത് കൂട്ടിച്ചേരും. ഇവിടെ നുഹ്ദീന വരാൻ വേണ്ടിയിട്ടാട്ടോ. അത് അങ്ങനെ കൂട്ടി ഓതേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ഓതേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ നിർത്തുക തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല അദബ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക്കൊന്ന് നീട്ടിക്കൊണ്ടുവരുതേ പ്രിയമുള്ളവർ. കാണാൻ ചിലർ ഓതുന്നവരൊത്ത് കേൾപ്പിച്ചരാ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അട്ടപ്പാടി വയനാട്ടിലൊരു സ്ഥലത്ത് വെച്ചിട്ട് ഞാനൊന്നും മറക്കൂല. ചില സ്ഥലത്തുള്ള ഖിറാഅത്തുകളൊക്കെ കേട്ടാൽ നമ്മുടെ മനസ്സിലവിടെ തങ്ങി ഒരാൾ ഓത്ത. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എവിടുന്നാണ് ഇതൊക്കെ പഠിപ്പിച്ച് വരുന്നതെന്ന് ആർക്കറിയാം. അപ്പോൾ അത് നമ്മൾ ഈ തലമുറ ഖുർആൻ മാത്രമല്ല തിലാവത്തും കൂടെ കൈമാറി വന്നിട്ടുണ്ട്. വാമൊഴിയായിട്ട് തന്നെ ഖിറാഅത്ത് കൈമാറി ലോകാവസാനം വരെ ഇത് പോകേണ്ടതുണ്ട്. അതിൻ്റെ പരമ്പര നിലനിൽക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബുക്കാണ് ഖുർആൻ ബുക്കായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തെങ്കിൽ തിലാവത്തൊക്കെ പല കോലത്തിലാണ്. തിലാവത്ത് 10 ഖിറാഅത്തുകളുണ്ടെങ്കിലും തജ്വീദ് ഒന്നാണ്. തജ്വീദിൽ മാറ്റില്ല. ഇയ്യാക്ക എന്നൊന്നും ആയിട്ട് ആരും ഓതുന്നില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക അത്രേ ഉള്ളൂ. വയ്യാക്കല്ല, ഇയ്യാക്ക ആവരുത്. ഇയ്യാക്കല്ല, ഇയ്യാക അത്ര നീട്ടണം. നസ്തഈൻ ഐനാണ് ശ്രദ്ധിക്കണം. ഇവിടെ ഐന് നഅ്ബുദു നസ്തഈൻ. ഇനി അടുത്തത് ഇവിടെ വലിയ തെറ്റല്ല, ഒക്കെ വലിയ തെറ്റായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ വലിയ തെറ്റായിട്ടാണ് എല്ലാം കാണുന്നത് കേട്ടോ. അങ്ങനെ തന്നെ അപ്പോൾ നമ്മൾ തിരുത്താൻ തയ്യാറാവുള്ളൂ. ഇത് മിക്ക കുട്ടികളും ഓതുമായി കുട്ടികളെ പറയുന്നത് തെറ്റിക്കുന്നവർ അവരിൽ അധികം കാണാറില്ല. ദീന എന്ന് പറയും. എന്ന ABCD അല്ല, മലയാളത്തിലെ ഏണിയുടെ ദീന എന്നാണ് പറയുക. ഇത് പറയേണ്ടത് ABCD ഇ ആണ് പറയേണ്ടത്. ഇഹ്ദിന സിറാത്ത. അപ്പോൾ ഈ എന്ന സൗണ്ടിലേക്ക് വരാം. ഇഹ്ദിന എന്നുള്ള സൗണ്ട് ഒന്ന് പറഞ്ഞു നോക്കും, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. ആണ് അങ്ങനെ പ്രാക്ടീസ്. ഈ നെഞ്ചിൻ്റെ ഉള്ളൊന്ന് ഹാവരണം. ഇഹ്ദിന. അപ്പോൾ അവിടെ എന്താണ് അലിഫ് ഇട്ടിട്ട് നീട്ടാത്തത്? കാരണമുണ്ട്. ഇവിടെ ഷദ് വന്നല്ലോ. അപ്പോൾ ഇത് നീട്ടിയെന്ന് വിചാരിക്കുക. ഇഹ്ദിന ഇത് സ്വി പറയാൻ കഴിയില്ല. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഒന്ന് ഓതി നോക്കൂ. പറ്റുന്നുണ്ടോ? ഇഹ്ദിന എന്ന് പറഞ്ഞിട്ട് ഇല്ല. അപ്പോൾ ഇഹ്ദിന സിറാത്ത്. അപ്പോൾ ഈ അലിഫ് ക്യാൻസലായി. ഇവിടെയുള്ള ഈ നൂന് കഴിഞ്ഞുള്ള അലിഫ് ഇത് ക്യാൻസലായി. ഇഹ്ദിന അപ്പോൾ സ്യിലേക്ക് ചേർന്നു. അലിഫ് ലാം പറയുന്നില്ല, കാരണം
തുടക്കത്തിലല്ല, ലാമിന് സുക്കൂനില്ല, ഫസ്റ്റ് ബലൂൺ അലിഫ് ആദ്യം വന്നുകൊണ്ട് ഇത് പറയണം. അപ്പോൾ അതെങ്ങനെ ഈ ആയി? അതൊരു ചോദ്യമല്ലേ? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, ഇതെന്തുകൊണ്ട് ഈ ആയി? ഇവിടെ അൽഹംദു വന്നു. ഇത് തജ്വീദിൻ്റെ അഡ്വാൻസ് ക്ലാസ്സായി പോവും. അൽഹംദു വന്നു അല്ലേ? ഇവിടെ അൽഹംദു എന്നല്ലേ പറഞ്ഞ്? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഈ അലിഫ്, ബലൂൺ അലിഫ്, ഇവിടെ ആ എന്നുള്ള സൗണ്ടാണ് വന്നത്. ഓക്കെ. എന്നാൽ ഇവിടെ റബ്ബിൽ പിന്നെ കെസർ വന്നുകൊണ്ട് ഇവിടെ ഇഹ്ദിനക്ക് ഈ വന്നു. അപ്പോൾ ഇവിടെ ഈ വന്നു, ഇവിടെ ആ വന്നു. കാരണം എന്താണെന്നറിയോ? വളരെ ഈസിയാണ്. ഈ ലെറ്ററിൻ്റെ മൂന്നാമത്തെ അക്ഷരം നോക്കുക. അത് എന്താണോ അതാണ് ആ ലെറ്ററിൻ്റെ സൗണ്ട്. അപ്പോൾ അൽഹംദു ഉണ്ടോ? അൽഹംദു. അപ്പോൾ ഹാൻ്റെ ഫതഹ എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. അൽഹംദു. സെയിം റൂള് നമ്മൾ ഇവിടെ ഒന്ന് നോക്കുക. ഇഹ്ദിന മൂന്നാമത്തെ അക്ഷരം എന്താണ്? 1 2 3 ഇതടക്കോട്ടെ, അല്ലേ രണ്ടാമത്തെ അക്ഷരം എന്ന് പറയാം. ഇതടക്കാണ് മൂന്നാമത്തെ അക്ഷരം ഇഹ്ദിന. അപ്പോൾ ഈ ദാലിൻ്റെ കെസർ എടുത്ത് ഇങ്ങോട്ട് കൊടുക്കണം. ഈ ദാലിന് ഇപ്പോൾ ഫതഹ ആണെങ്കിൽ അഹ്ദന എന്ന് പറയേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ ഇഹ്ദിന. ഓക്കെ. ഇഹ്ദിന സ്വറോ. അപ്പോൾ ഈ സ്വാദ്, മലയാളത്തിൽ ഭക്ഷണത്തിന് സ്വാദുണ്ടോ അതിൻ്റെ കുറച്ചുകൂടെ വായ നിറച്ചിട്ട് ജഹരിയായി ബ്ലൂ ലെറ്റേഴ്സ് ഖുർആനിൽ കൊടുത്തിട്ടുള്ളത് ജഹരി ആയ കുറച്ച് ശബ്ദം ഹൈ പിച്ചിൽ പറയാം. സ്വ സ്വ ത്വ റോ. ഇത് മൂന്നക്ഷരവും സ്വാദ് റോ ത്വ ത്വ. ഇത് താ അല്ല കേട്ടോ, വായ നിറച്ച് പറയുന്നത്. താൻ തന്നെ ഒന്ന് കനപ്പിച്ചിട്ട് വായ നിറച്ച് ത്വ ത്വ ത്വ. ഓക്കെ. അത് ത്വ പറയുമ്പോൾ തുവ എന്നാക്കരുത്. തുവ എന്ന് പറഞ്ഞ് വാവിന് ചേർത്ത് ഇതിൽ ചില കുട്ടികളൊക്കെ ഒന്ന് കാണാം. തുവ എന്നാവരുത്. സിറാത്ത സിറാത്ത. അപ്പോൾ റ നീട്ടരുത്. തെറ്റായിട്ടൊരു ഒത്ത് ഓതിത്തരേ. ഇതിന സിറാത്തൽ മുസ്തഖീം ഉണ്ടാ. നിങ്ങൾ കേൾക്കുന്ന പോലെ ഉണ്ടാവും ഇതൊക്കെ ഇങ്ങനെ ഓതുമ്പോൾ. ഇതിന സിറാത്തൽ മുസ്തഖീം കേട്ടുണ്ടോ എവിടെയെങ്കിലും? സിറാത്തിന് അങ്ങനെ നീട്ടി, മുസ്തഖീമിന് നേരായ വഴി എന്നാണ്. സിറാത്തിന് അത്ര നീട്ടണ്ട. എഹ്ദിനായി പോരുത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഖീം മുസ്തഖീം. മുസ്തഖീം അല്ലല്ലോ, അതാരും അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നസ്തഈൻ പറഞ്ഞ പോലെ മുസ്തഖീം പറയാറില്ല. മുസ്തഖീം മുസ്തഖീം. അവിടെ ഈ അക്ഷരം ഖാഫ് മലയാളത്തിലുണ്ടോ? ഇല്ല. ഖ ഇല്ല. ഖ വെച്ച് എന്തെങ്കിലും മലയാളത്തിലുണ്ടോ? ഇല്ല. ഖ. ഖലം അറബി ഉറുദുവിലുണ്ട്, ഹിന്ദിയിലുണ്ട്. ഖ ഖലം അറബിയിൽ നിന്ന് വന്നാണത്. മുസ്തഖീം. ഖീം ഖാം ഖാഫ് യ നീട്ടാൻ ഖീം മുസ്തഖീം. സുക്കൂനായിട്ടാണ് എൻ്റെ ഈ ആയത്ത് അവസാനിച്ചതുകൊണ്ട്. അപ്പം നോക്കി നോക്കുക. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. മുസ്തഖീം. ലാം പറയണം, കാരണം സുക്കൂനുണ്ട്. ഇത്രയേ ഉള്ളൂ. അടുത്ത ആയത്തിലേക്ക്. സിറാത്തല്ലദീന. അല്ലദീന ലാം പറഞ്ഞു, ഷദ്ദുണ്ട്. ഈ ദാല് ഇംഗ്ലീഷിലെ ഇസഡിനോട് കുറച്ചുകൂടെ ചേർന്ന് കുറച്ച് വോയിസ് കുറച്ചിട്ട് പല്ലിൻ്റെ അറ്റത്ത് തട്ടിയിട്ട് സിറാത്തല്ലദീന. ലദീന എന്നായി. സിറാത്തല്ലദീന എന്നാവരുത്. അൻഅംത. ചിലർ പറയും നൂനിനെ കൽക്കലിയുടെ അക്ഷരമായിട്ട് ചേർത്തിട്ട് അൻഅംത. അല്ല, നൂനെ ഇങ്ങോട്ട് പറയണം, സൗണ്ട് പുറത്ത്. എന്ന് തന്നെ പറയും. അൻഅംത. അനുഅംതായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ആയിൻ കിട്ടൂല. അൻഅംത. അനുഅംത അല്ല, അൻഅംത. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അപ്പോൾ ഇവിടെ ഈ രണ്ട് ആയിനും കറക്റ്റ് വരുന്ന എത്ര പേരുണ്ട് നിങ്ങളൊന്ന് ഓതി നോക്കൂ. അൻഅംത അലൈഹിം. അലൈഹിം ഹായും ശ്രദ്ധിക്കണം. അലൈഹിം നന്നായി. അലൈഹിം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. പിന്നെ ഗൈരിൽ. ഇതും മലയാളത്തിലില്ല, ബുദ്ധിമുട്ടാണ് പലർക്കും. ഐരിൽ പഞ്ചസാരയിൽ എന്നൊക്കെ പറയുന്ന ഐരിൽ മൗദൂബി അലൈഹിം അങ്ങനെ. ഇയാൾക്ക് കുറച്ച് സമയം കൊടുക്കണം. നമ്മൾ ലാമിൻ്റെ സമയം പറഞ്ഞ പോലെ ലാമിന് കുറച്ച് സമയമാണ്. അൽ എന്ന് പറയുന്ന പോലെ
ഗൈരിൽ ഗൈരിൽ ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ഈ സൂറത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട്, പ്രൊണൗൺസിയേഷനിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. മഗ്ദൂബി അല്ല, മനസ്സിലായോ? മഗ്ദൂബി അല്ല. മിക്ക ആളുകളും ഒരു 80% ഞാൻ പറയാം ഗൈരിൽ മഗ്ദൂബിയാണ്. മഗ്ദൂബി അല്ല. മനസ്സിലായോ? മഗ്ദൂബി അല്ല, മഗ്ദൂബി. എന്താണ് അങ്ങനെ? അതായത് ഇത് കൽക്കലിയുടെ അക്ഷരമല്ല. അപ്പോൾ ഇത് ഗ എന്ന സൗണ്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. പകരം മഗ്ദൂബി അതങ്ങനെ പ്രാക്ടീസ് ചെയ്യണത്. മഗ്ദൂബി അല്ല. അതായത് തെറ്റും ശരിയും പറഞ്ഞുതരാം. തെറ്റ് ഗൈരിൽ മഗ്ദൂബി, തെറ്റ്. ശരി ഗൈരിൽ മഗ്ദൂബി. അതിങ്ങനെ ജസ്റ്റ് ഹമ്പ് ചാടുമ്പോൾ ഹമ്പ് അറിയാതെ ചാടുക. മഗ്ദൂബി, അതുപോലെ മഗ്ദൂബി അലൈഹിം. റിപ്പീറ്റ് ചെയ്തു. സെയിം. അലൈഹിം അല്ല, അലൈഹിം. പിന്നെ നീട്ടുക. ഇവിടെ നീട്ടാനുണ്ട് ഒഫീഷ്യൽ. ഈ നീട്ടലാണ് പലയിടത്തും കൊണ്ടുപോയി നീട്ടുന്നത്. റഹ്മാനിർ റഹീം. ഒരു പഴയ ഒത്തുവതിത്തരെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. കേൾക്കുമ്പോൾ തന്നെ ഒരു പഴയ ഓത്തിലേക്ക്. കാര്യം കളിയാക്കുകയല്ല, അധിക്ഷേപിക്കുകയല്ല. നമുക്കിത് ചൊല്ലാതെ നിങ്ങളെ പഠിപ്പിക്കാൻ അല്ലാതെ ഓർമ്മപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ടാണ് വലദ്ദാലീൻ. പഴയ വയസ്സന്മാർ ഇത് ഞാൻ അവരെ ഇമിറ്റേറ്റ് ചെയ്യാണ്. തെറ്റാണ്, ഇങ്ങനെ ഓതരുത്. കാരണം നമുക്ക് ദ്വാദ് നീട്ടാൻ വകുപ്പുണ്ട്, ലീന് നീട്ടാൻ എവിടെ വകുപ്പ്? ലീൻ അങ്ങനെ നീട്ടാൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ദ്വാദ് പറയുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ദ്വാദ് ഇത് ശരിക്കും നമ്മൾ ദാനം എന്നൊക്കെ പറയുന്നത് ദ അല്ലേ, മലയാളത്തിലെ ദ. അതല്ലെങ്കിൽ ധിക്കാരം എന്ന് പറയുന്നത് ധ. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ദ്വാദിലേക്ക് മിക്സ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്യണം. അവിടെ നീട്ടാം, മദ്ദുണ്ട് അവിടെ നീട്ടാം. ഒരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ നീട്ടുന്നുണ്ട് അല്ലേ, അവിടെ റെഡിട്ട് നീട്ടാൻ തന്നെയാണ്. അപ്പോൾ അലിഫ്ലാമില്ല, കാരണം പറയണ്ടല്ലോ, ലാമിന് സുക്കൂനില്ല. എന്നിട്ട് ദാലീൻ കുറച്ച് നീട്ടാ. ആ ഒരു ഫ്ലോ എൻഡ് ആവുന്ന അത്രേ വേണേ. ഒരു 4 അക്കം എന്ന് പറയാം, 4 അനക്കം. ദാലീൻ അത്ര മതി. ദാലീൻ വയല് പറയണ്ട. വലദ്ദാലീൻ ലീൻ ലീൻ അത്ര മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അല്ലേ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു. 7 ആയത്തുകളിലൂടെ ഇതിൻ്റെ തഫ്സീർ ക്ലാസ് നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊക്കെ എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങൾ മാത്രമേ, തജ്വീദിൻ്റെ നിയമത്തിലേക്ക് നമ്മൾ കടന്നിട്ടേ ഇല്ല കേട്ടോ. നിയമത്തിലേക്ക് നമ്മൾ പോയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിയമം അറിയുന്നവർക്കറിയാം. നിയമവശങ്ങളിലേക്ക് നമ്മൾ പോയിട്ടില്ല. അത് വേറെ ക്ലാസ് ഉണ്ട്. അതിനെ കൂടുതൽ സമയദൈർഘ്യം പഴന്നിട്ടാണ് അത് ചെയ്യാതിരുന്നത്. അത് വേറെ ക്ലാസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് തരാം, നമ്പറിൽ ബന്ധപ്പെടുക. ഇതിൻ്റെയൊക്കെ ഈ ചാനലിലില്ല, വേറെ ചാനലിലാണ്. അത് ലിങ്ക് തരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വാലിഹായ ഒരു സൽക്കർമ്മമായ അള്ളാഹു ഞങ്ങളിൽ നിന്ന്, നിങ്ങളും കേട്ടതിന് നിങ്ങൾക്കും പുണ്യമാണ്. ഇത് ചൊല്ലിയത് നിങ്ങളും കൂടെ ചൊല്ലിയായിരുന്നല്ലോ, പഠിക്കായിരുന്നല്ലോ. അള്ളാഹു ഇത് സ്വാലിഹായ ഒരു അമലായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ. ഒന്നാമത്തെ ദുആ അമീൻ അമീൻ. രണ്ടാമത്തെ ദുആ അള്ളാഹു ഇത് ഫാത്തിഹ മുതൽ സൂറത്തുന്നാസ് വരെ ഇതുപോലെ പാരായണം പഠിപ്പിക്കാൻ അള്ളാഹു എനിക്ക് വ്യക്തിപരമായി, അതിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ദുആയാണ്. നിങ്ങൾ ആമീൻ പറയണത് എത്ര പേരാണ് കാണുന്നത്, മാഷാ അല്ലാഹ്. ഫാത്തിഹയിലൊക്കെ എനിക്ക് കൂടുതൽ ദുആ ചെയ്യണമെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ഫാത്തിഹയുടെ ട്രാൻസ്ലേഷനിൽ 1 മില്യണൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയും ആളുകൾ ഇത് കണ്ട് തീർത്തല്ലോ, മാഷാ അല്ലാഹ്. അള്ളാഹു അതും ഇതുമൊക്കെ അള്ളാഹു കബൂൽ ചെയ്യണേ. അള്ളാഹു ഇത് നാളെ പരലോകത്ത് തന്നെ കണ്ടുമുട്ടുമ്പോൾ അതിലേക്ക് വരവ് വെക്കുന്നൊരു കാര്യമാക്കി ഇതിനൊക്കെ തീർക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹുവെ തജ്വീദോടെ തിലാവ ചെയ്യാനും
തിലാവ ചെയ്യാനും ഹെഫ്ള് ചെയ്യാനും മാത്രമല്ല, അടിസ്ഥാനപരമായിട്ട് തദബ്ബുറ് ചെയ്യാൻ, ജീവിതത്തിൽ അത് അനുസരിച്ചിട്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവെ നിൻ്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ, നിൻ്റെ ദീനനുസരിച്ച് കൊണ്ട് തന്നെ മുത്തഖിയായി ഈമാനോടുകൂടെ മരണം, മൗത്ത് വരുന്ന, സക്കറാത്തിൻ്റെ വേദന വരുന്ന അവസാന സന്ദർഭത്തിൽ വരെ നിൻ്റെ ദീനനുസരിച്ച് കൊണ്ട് നിൻ്റെ ഇഷ്ടം നേടി മരണപ്പെടുന്ന യഥാർത്ഥ സ്വാലിഹ്യങ്ങളിൽ, അംബിയ മുർസലുകളുടെ വഴിയിൽ അള്ളാഹുവെ ആ പരമ്പരയിൽ ഞങ്ങളെയും കണ്ണി ചേർക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബ. اللهم ربنا تقبل منا يا رب العالمين. السلام عليكم ورحمة الله وبركاته.